ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ, ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല, ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ്, ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത്. അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു. അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത്. തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും, കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ്. തന്റെ ഭർത്താവുമായി കാവ്യക്കുണ്ട് എന്നൊരു തരത്തിലും മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിന്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട്. തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ്. പക്ഷെ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് മഞ്ജുവിനുണ്ടായിരുന്നു. കാവ്യ മാധവനുമായി സംസാരിക്കുന്നു. പക്ഷേ കാവ്യയും ഈ വിഷയത്തിൽ നിന്ന് വളരെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാവ്യയുടെ അമ്മയെ വിളിക്കുമ്പോൾ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അന്ന് നമുക്കറിയാം കാവ്യ മാധവന്റെ വിവാഹം 2009 കഴിഞ്ഞത്. ഈ 2009 മുതൽ കാവ്യ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അന്ന് കുറേ നാളായിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇതേ കണക്ക് ഇവർ തമ്മിൽ പിരിയാനുള്ള ഒരു കാരണം എന്താണ്, അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളൊന്നും വെളിയിൽ ഒന്നും വന്നിട്ടില്ലായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ എങ്ങനെയാണ് പിരിഞ്ഞെന്നുള്ളൊരു കാര്യം മനസ്സിലാവുക, അതിന് എന്തുവാണ് കാര്യം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് നോർമലായിട്ട് നടക്കുന്നത് തന്നെയാണ്. ഇതേ കണക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് രണ്ടുപേർക്കും ഉണ്ട്. ഈ ഒരു റിലേഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. സോ എന്തായിരുന്നാലും ശരി, അത് മനസ്സിലാക്കുകയും അതിന് ശേഷം ഉണ്ട് ഈ മഞ്ജു വാര്യർ ആദ്യമേ ഉണ്ടെങ്കിൽ ദിലീപിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ദിലീപ് അപ്പീലുമായിട്ട് പോകുന്നത്. അതിനുശേഷം ഉണ്ടെങ്കിൽ മഞ്ജു വാര്യർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും സമ്മതത്തോടെ പിന്നെ വേർപിരിയുകയാണ് ചെയ്യുന്നത്. സോ എന്തായിരുന്നാലും ശരി, എന്തുകൊണ്ട് സംഭവിച്ചെന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലാവുകയും ചെയ്തിരിക്കുന്നു.